വിടവാങ്ങുന്നേ. ലഘുപാപം ഒരു മനുഷ്യൻ ചെയ്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വ്യക്തിയുടെ സ്നേഹം മരവിച്ചു പോകുക. അതുപോലെ തന്നെ ആ വ്യക്തി സ്നേഹം ദുർബലപ്പെട്ടു പോകുക. ഇതുപോലെ തന്നെ സുഹൃതത്തിലും നന്മയിലും വളരാൻ പറ്റാത്ത അവസ്ഥയാണ് ആ വ്യക്തിക്കുള്ളത്. എന്നാൽ ഈ വ്യക്തി ദൈവത്തോട് ഐക്യപ്പെട്ട് നല്ല കുമ്പസാരം നടത്തി അനുഭവിച്ച് തിരിച്ചു വരുമ്പോ എന്തൊക്കെയാണ് ലഘുപാപത്ത് നഷ്ടപ്പെട്ടു പോകുന്നത്, അതൊക്കെ ആ വ്യക്തിക്ക് തിരിച്ചു കിട്ടുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മിൽ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്: പാപത്തിന്റെ കുറ്റം നമ്മളുണ്ടാവുന്നു. രണ്ട്, പാപത്തിന്റെ കറ നമ്മുടെ ആത്മാവിലും വരും. ഒരു വ്യക്തി നുണ പറയുന്നു. നുണ പറയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ പാപത്തിന്റെ കുറ്റം വരുന്നു. എന്നാൽ ആ വ്യക്തിയുടെ ആത്മാവിൽ എന്താ? ആ പാപത്തിന്റെ കറ വന്ന് നിറഞ്ഞിരിക്കുക. എന്നാൽ നമ്മൾ കുമ്പസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കുമ്പസാരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പാപത്തിന്റെ കുറ്റം യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്നു. പക്ഷേ നമ്മുടെ ആത്മാവിൽ ആ പാപത്തിന്റെ കറ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് നമ്മൾ പരിഹാരം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ആത്മീയ പിതാക്കന്മാര്, വിശുദ്ധാത്മാക്കളൊക്കെ അവരൊക്കെ മാനസാന്തരപ്പെട്ടു ഒരു ധ്യാനം കൂടി. പിന്നീട് അവരുടെ ജീവിതം എങ്ങനെയാ? പിന്നീട് അവിടെയൊക്കെ ജീവിതങ്ങൾ കാണാൻ സാധിക്കും. പ്രായശ്ചിത്തത്തിന്റെയും പരിഹാരത്തിന്റെയും ജീവിത. കാരണം ആ വ്യക്തി കുമ്പസാരം എന്ന കൂദാശയിലൂടെ അനുഭവിച്ച് പാപത്തിന്റെ കുറ്റങ്ങളുടെ മേൽ പൊറുതി ലഭിച്ചു. പക്ഷെ ആ വ്യക്തിയുടെ ആത്മാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ കറകളുണ്ടല്ലോ, ആ കറ കടി വിശുദ്ധീകരിക്കാൻ ഇനിയും സമയം വേണം. ആ വ്യക്തി പരിഹാരം ചെയ്ത് അതിന്റെ മേൽ വിജയം വരിക്കുകയാണ് ചെയ്യുക.